Hi friends, salt and pepper ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ്. ഫ്രൂട്ട് പായസം. ഇത് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. മാതളം 50 ഗ്രാം, പപ്പായ 50 ഗ്രാം, ആപ്പിൾ 50 ഗ്രാം, ചെറി 50 ഗ്രാം, മുന്തിരി 50 ഗ്രാം, കശുവണ്ടി 50 ഗ്രാം, ഈന്തപ്പഴം 50 ഗ്രാം, പഴം 2 എണ്ണം, നെയ്യ് 150 ഗ്രാം, ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ, പഞ്ചസാര ആവശ്യത്തിന്, പാൽ 1.5 ലിറ്റർ, മിൽക്ക് മെയ്ഡ് 2 സ്പൂൺ. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിക്കുക. തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് 250 ഗ്രാം പഞ്ചസാരയും ചേർക്കണം. പാൽ തിളയ്ക്കുന്നതിന് മുൻപ് ഫ്രൂട്ട്സ് ചേർക്കരുത്, കാരണം പാല് പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി 2 സ്പൂൺ ചേർക്കണം. എന്നിട്ട് പാല് ഒരു ക്രീം കളറായി കുറുകി വരുമ്പോൾ പാൽ മാറ്റി വെക്കണം. ഇനി ഒരു പാനിൽ അല്പം വെള്ളം ഒഴിച്ച് മാതളം 50 ഗ്രാം, പപ്പായ 1 എണ്ണം, പഴം 2 എണ്ണം, ആപ്പിൾ 2 എണ്ണം, ഈന്തപ്പഴം 100 ഗ്രാം ഇവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൂടെ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കുക. കുറുക്കി വച്ചിരിക്കുന്ന പാലിൽ പുഴുങ്ങി വച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് ഇളക്കണം. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. അവസാനമായി മിൽക്ക് മെയ്ഡ് ചേർത്തിളക്കി ഇറക്കി വെക്കുക. ഇനി ഇത് മാറ്റി വെച്ചതിനു ശേഷം ഒരു പാനിൽ നെയ്യൊഴിച്ച് ചൂടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർത്ത് മൂപ്പിച്ച് പായസത്തിൽ ചേർക്കാം. അതോടെ സ്വാദിഷ്ടമായ ഫ്രൂട്ട് പായസം റെഡിയാകും. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.